ഹലോ, നമുക്കൊരു ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഒരു 8 സവോള 4 മാറ്റി നമ്മൾ ആദ്യം 4 ഗ്ലാസ് കുതുക്കാൻ വെച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ബേ ലീഫ്, ജാതിപത്രി, പിന്നെ ആ സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, നാരങ്ങ, നമ്മുടെ വറുത്തെടുക്കാനുള്ള കശുവണ്ടിയും മുന്തിരിങ്ങയും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ചിക്കൻ. അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നാരങ്ങ നീര് എല്ലാം ഇട്ട് പുരട്ടി വയ്ക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിനകത്ത് പുരട്ടി വെക്കാൻ മറന്നപോലെ ഞാൻ പിന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പാൻ എടുക്കുക. അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നത് പതയുന്നത്. അതിനകത്ത് നമ്മൾ പകുതി ഉള്ളി വറുത്തെടുത്ത് മാറ്റി വെക്കുക. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പിലിട്ട് ഞാൻ വെള്ളം വെച്ചു കേട്ടോ. നമ്മുടെ അരി വേവിക്കാനുള്ള 4 ഗ്ലാസ് അരിക്ക് ഒരു 4.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി, വെന്ത് കിട്ടും. ഒരുപാട് നമുക്ക് വേവണ്ട, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ പകുതിയെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പകുതി നമുക്ക് ചിക്കൻ കറിയിലേക്കും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയും ആ വറുത്ത ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, ചോറിനും ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ബാക്കി സ്പൈസസുകളെല്ലാം ഇട്ടു. ജാതിപത്രി നമ്മൾ ഇതിനകത്ത് ചിക്കൻ കറിയിൽ മാത്രമേ ഇടുന്നുള്ളൂ, നമ്മൾ ചോറിൽ വെള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഉള്ളി വഴറ്റാനാണ്. ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴലും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ അരി തിളച്ചു. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം തിളച്ചപ്പോഴത്തേക്കും ഞാൻ അരി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് വെന്ത് റെഡി ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ആ ചിക്കൻ കറിയിൽ ചേർത്ത എല്ലാ മസാലയും, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഞാൻ ചൂടാക്കി ഓൾറെഡി വെച്ചിരുന്നു. ആ പാത്രത്തിൽ ഒന്ന് കഴുകി ആ ചൂടുവെള്ളം ഒഴിച്ചു. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണം, നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാണ്ട് അരി കറക്റ്റ് വെന്തിരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇത് ചെയ്ത് വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചിക്കൻ കറി ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയിൽ ഞാൻ കരിയേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയില ഉള്ളവർക്ക് പുതിനയില ഇടാം, മല്ലിയില ഉള്ളവർക്ക് ഇടാം. എൻ്റെ അതില്ല, നമുക്ക് കരിയേപ്പിലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഇട്ടു. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കുക, വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ ഇടിച്ച് താക്കാനോ കുത്തി ഞെരുക്കി വെക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. അതിൻ്റെ മണ്ടയിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടച്ച് വെക്കുക. കുറച്ച് നേരം കൂടെ ഒന്ന് തീയിട്ട് നന്നായിട്ട് വേവിക്കുക. അത് കഴിയുമ്പം ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കഴിക്കാറാകുമ്പം മാത്രം അത് എടുക്കുക കേട്ടോ. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കഴിച്ചവരൊക്കെ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പം ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.